ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ബർത്ത്ഡേ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ചേച്ചിയുടെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ 2 വയസ്സ് തികയുന്ന ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി. ജൂലൈ 26-നായിരുന്നു ബർത്ത്ഡേ. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി, കാരണം എനിക്കും കുഞ്ഞിനും പനിയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് ബെറ്ററായി, അതുകൊണ്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ കുഞ്ഞിന് കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ ഞാൻ പീരുവിനെ കൊണ്ട് കൊടുപ്പിച്ചു കേട്ടോ. ഒരു വിധത്തിൽ കൊടുക്കുന്നില്ലായിരുന്നു, അത് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ കൊടുത്തിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. കേക്കിന് ഓർഡർ ചെയ്യണം, കുറച്ച് ബലൂണും ഡെക്കറേറ്റഡ് ഐറ്റംസൊക്കെ മേടിക്കണം. അങ്ങനെയാണ് കേട്ടോ പുറത്തോട്ട് പോകുന്നത്. ഞങ്ങളുടെ കുറച്ച് ഫാമിലി മാത്രമുള്ള ഒരു ചെറിയ ഫംഗ്ഷനായിരുന്നു. അപ്പോൾ രാവിലെയാണ് കേട്ടോ ഓർഡർ കൊടുത്തത്. പിന്നെ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മന്തായി. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത് എൻ്റെ അമ്മമാരുടെ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെയും അമ്മയുടെയൊക്കെ ഫ്രണ്ട്സും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സും അറിയാവുന്നുള്ള എൻ്റെ ഫ്രണ്ട്സും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണുകയും അതിന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാർ വരെ എൻ്റെ എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്യുന്നുണ്ട്. നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എല്ലാ വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ കമൻറ്റ് സെക്ഷനൊക്കെ നോക്കുമ്പോൾ മുടങ്ങാണ്ട് എനിക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എൻ്റെ മനസ്സിൽ തൊട്ട് ഞാൻ പറയുന്നത് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഓരോ ആൾക്കാർക്കും വളർച്ചയ്ക്ക് കാരണമാകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ എൻ്റെ വളർച്ചയ്ക്ക് കാരണമാകുന്ന നിങ്ങളെന്നും എൻ്റെ കൂടെയാണ്. അങ്ങനെ ഞങ്ങൾ കടയിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു. അമ്മ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് പീരുവിനെ ഉറക്കിയിട്ടാട്ടോ ഡെക്കറേഷൻ പരിപാടിയൊക്കെ. അങ്ങനെ ചുമ്മാ ഞാൻ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് വന്ന് എൻ്റെ മടിയിലൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ ചേച്ചിയുടെ മൂത്ത മോളാണ് രുക്കു. അങ്ങനെ ഞങ്ങൾ ബലൂണൊക്കെ ഫുൾ എത്ര 100 പീസോ അങ്ങനെ എന്തോ ഉള്ള ഒരു പാക്കറ്റാണ് കേട്ടോ മേടിച്ചത്. പെരുക്കിക്കൊണ്ടിരിക്കുന്ന വീർപ്പിക്കുന്നിട്ട് ആ ഒരു തിരക്കിൽ എല്ലാം അങ്ങ് വീർപ്പിച്ചു. ഇത്രേൻ്റെ ആവശ്യമില്ലായിരുന്നു. അത് ഡെക്കറേറ്റ് ചെയ്ത് വന്നപ്പോൾ ഒരുപാട് ബലൂണ് ബാലൻസ് വന്നായിരുന്നു കേട്ടോ വീർപ്പിച്ചത്. അങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ടൈമൊക്കെ ആയി വരുന്നുള്ളൂ. അങ്ങനെ ഒരു ഫിക്സഡ് ടൈമൊന്നുമില്ല. നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വരുമ്പോൾ കട്ട് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലാണ് കേട്ടോ. അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ കേക്ക് കൊള്ളിന്നായിരുന്നു കേട്ടോ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം 5:30 കൊണ്ടുതരാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അവർ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. പീലു ഉറക്കമായിരുന്നു കേട്ടോ. അവൾക്ക് ഈ ബലൂണൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ മോള് ഉറക്കം ഇതൊക്കെ കണ്ടപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. രണ്ടുപേരും നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ ഗേളിനെയൊക്കെ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് കുറച്ച് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായപ്പോൾ പിന്നെ പീലുവിനും അതുപോലെയൊക്കെ റെഡിയാക്കി. അങ്ങനെ കേക്ക് വന്നു കേട്ടോ. ഇതായിരുന്നു കേട്ടോ ബർത്ത്ഡേ കേക്ക്. അങ്ങനെ ടോപ്പറൊക്കെ വെച്ച് കേക്കും ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വന്നു കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് കേട്ടോ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത്. അപ്പോൾ എൻ്റെ പറയണം വലിയ യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഒരു ദിവസം ഞാനും ആകും വലിയൊരു യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞിട്ട് പരിപാടിയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ടോപ്പർ കൊണ്ടുവന്നിട്ട് ഇന്ന് അമ്മ ഇത് വൈ എന്ന് പറഞ്ഞ് കൊണ്ടുവരാം. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു കേട്ടോ, എന്തെങ്കിലും ചെയ്ത് കേക്ക് ഡാമേജായി പോയി കഴിഞ്ഞാൽ എന്നുള്ള ടെൻഷനായിരുന്നു. അങ്ങനെ ഞാൻ അമ്മ ചെയ്യാം കേട്ടോ, അമ്മ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറെ ഒരു സർപ്രൈസും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേ ഓഗസ്റ്റ് 3-ാം തീയതിയാണ് കേട്ടോ. ഈ ഒരു മന്ത് ഞങ്ങളുടെ ഒരു ബർത്ത്ഡേ മന്തായിരുന്നു എന്ന് തോന്നുന്നു. 3 ബർത്ത്ഡേ എന്തോ ഉണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ അവളുടെ ബർത്ത്ഡേ 3-ാം തീയതി. അപ്പോൾ എപ്പോഴും 3-ാം തീയതിയാണ് ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാറ്. അപ്പോൾ ഈ വട്ടം ഞാൻ വിചാരിച്ചു ഈ ബർത്ത്ഡേയുടെ കൂടെ അവൾക്കുള്ള ഒരു ഗിഫ്റ്റും കൂടി കൊടുക്കാമെന്ന്. അത് ആളൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഗിഫ്റ്റ് കിട്ടും എന്നുള്ളത് അറിയാം, അത് 3-ാം തീയതി കിട്ടും എന്നായിരിക്കും ആളുടെ മനസ്സിൽ. അപ്പോൾ ഇതിൻ്റെ കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു വാച്ചാണ് കേട്ടോ മോൾക്ക് മേടിച്ചത്.
അപ്പോൾ ഇല്ലാത്ത എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിക്കുമെന്ന് വെച്ചിട്ട് ഒരു വാച്ചാണ് കേട്ടോ മേടിച്ചത്. അങ്ങനെ ഞാനിത് കൊടുക്കുന്ന ടൈമിൽ ആൾക്ക് നല്ല നല്ല സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതിൽ കാണാം നിങ്ങൾക്ക്. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കേട്ടോ. പീലുവും ചേച്ചിയുടെ 2 കുട്ടികളും കൂടി ചേർന്ന് അവർ 3 പേരും കൂടി കേട്ടോ കേക്ക് കട്ട് ചെയ്ത്. പീലുവിന് കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു നൈഫും പിടിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ അവളെയും കൂടി നിർത്തി കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. ആൾ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഞാനിത് അപ്പോൾ കൊടുക്കും എന്നുള്ളത്. അപ്പോൾ അവളുടെ ഫേസിലുണ്ടാകുന്ന ആ ഒരു സന്തോഷം അത് കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ നേരത്തെ ആ ഗിഫ്റ്റ് കൊടുത്തത്. ചേച്ചിയുടെ 2ത്തെ കുഞ്ഞിന് മേടിക്കാൻ പോയ കൂട്ടത്തിൽ ആൾക്കും കൂടി ഞാൻ അങ്ങ് മേടിച്ച് വെച്ചു. അങ്ങനെ വാച്ചിൻ്റെ ടൈമൊക്കെ എൻ്റെ ഹസ്ബൻഡ് ഇരുന്ന് സെറ്റ് ചെയ്യുവാണ്. എൻ്റെ മോള് ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ കഴിക്കാൻ പായസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പായസമൊക്കെ കഴിച്ച് ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം എൻ്റെ ഏട്ടൻ്റെ റിലേറ്റീവിൽ ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിന് വരണം. അതുകൊണ്ട് ഹസ്ബൻഡ് ഇന്ന് പോകുമ്പോൾ ഞാനും കൂടെ വീട്ടിൽ പോകുന്നുണ്ട്. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.